പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ പറയുന്നു, അവങ്കലേക്ക് നോക്കർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. എളിയവർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും യഹോവ അവരെ വിടുവിച്ചു. 92 ഡിസംബർ മാസം 18 അർദ്ധരാത്രിയിൽ 2 കൈക്കുഞ്ഞുങ്ങളും ഒരു ഭാര്യയുമായി വീട്ടിൽ നിന്ന് ഇറക്കി വിടപ്പെടുമ്പോൾ എങ്ങോട്ട് പോകണമെന്ന് അറിയുവാൻ കഴിയാതെ വിളക്കവട്ടമെന്ന് പറഞ്ഞ പ്രദേശത്ത് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ അർദ്ധരാത്രിയിൽ കുത്തിയിരുന്ന് വാവിട്ട് പൊട്ടിക്കരയുമ്പോൾ എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചു, അന്ന് നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ കേട്ടിരുന്നെങ്കിൽ ഇന്നീ അവസ്ഥ നമുക്ക് വരുമായിരുന്നു. മോനെന്നോട് ചോദിച്ചു, 3.5 വയസ്സുള്ള കുഞ്ഞ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അപ്പ ഈ രാത്രി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, നാം എവിടെ കിടക്കും? ഉത്തരവൊന്നും പറയാൻ എനിക്കുണ്ടായില്ല. ആ സമയത്ത് ഉയരത്തിലേക്ക് നോക്കി ഞാനിങ്ങനെ പാടി, ഏകുന്നു ഞാനൻ സർവവും, ചേർത്തിടണേ നിൻ മാർവിലായി, ഭാരങ്ങളേറും വേളയിൽ വീഴാതെ നീ എന്നെ താങ്ങണേ, ഭാരങ്ങളേറും വേളയിൽ വീഴാതെ നീ എന്നെ താങ്ങണേ, ഇസ്രായേലിൻ ദൈവമേ നീ എന്നും എന്നാശ്രയം, ഈ ജീവിതത്തിൽ യാത്രയതിൽ ആശ്വാസമായി നീ മതി. ആ പാട്ട് സ്വർഗത്തിലെത്തി, ലോകം മുഴുവനും എത്തി. എന്നോട് ചെയ്ത വാഗ്ദത്തം, നീ വെക്കാത്ത വീട്ടിൽ കിടന്നുറങ്ങും, വെട്ടാത്ത കിടന്ന് കോരി കുടിക്കും, കണ്ടിട്ടില്ലാത്ത ദേശത്ത് നിന്നെ കൊണ്ട് ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത നന്മ തരും. വാക്ക് പറഞ്ഞ ദൈവം വാക്ക് മാറിയില്ല. 38 വർഷം കൊണ്ട് എന്നെ ഞാനാക്കി തീർത്ത് ലോകത്തിൽ മുഴുവനും യേശുവിൻ്റെ നിസ്തുല്യ സ്നേഹത്തെയും കരുതലിനെക്കുറിച്ച് പ്രസംഗിക്കുവാൻ ഇന്നും ആയുസ്സോടെ ആരോഗ്യത്തോടെ ബലത്തോടെ സൂക്ഷിച്ചിരിക്കുന്നതിൽ പ്രിയപ്പെട്ട ദൈവപൈതലേ, യേശുവിൽ വിശ്വസിക്ക്. നീയും നിൻ്റെ കുടുംബവും നിൻ്റെ കുഞ്ഞുങ്ങളും അനുഗ്രഹിക്കപ്പെടും. നിങ്ങളെ ദൈവം ഉയർത്തി മാനിക്കും. ആരൊക്കെ നിങ്ങൾ തോറ്റുപോകുമെന്ന് പറഞ്ഞാലും കർത്താവ് തോൽക്കുവാൻ നിങ്ങളെ വിടുകയില്ല. അവൻ കൂടെ ഇരുന്ന് അന്ത്യത്തോളം വഴി നടത്തും. ഈ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.